നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മമ്മൂട്ടി എന്നാൽ സിനിമാ പ്രേമികൾക്ക് അതൊരു വികാരമാണ്. പ്രായം കൂടുംതോറും വീര്യവും കൂടുകയാണെന്ന് മാത്രം. മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ള ചിത്രങ്ങളും മറ്റ് വിശേഷങ്ങളുമെല്ലാം അതിവേഗം വൈറലാകാറുണ്ട്. ശരീരവും ഭക്ഷണക്രമവും വസ്ത്രധാരണവുമെല്ലാം ഗംഭീരമായി ശ്രദ്ധിക്കുന്നയാളാണ് അദ്ദേഹം. മമ്മൂട്ടിയെ കേന്ദ്രകഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗം ഫെബ്രുവരി 15-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. റിലീസിനോട് അനുബന്ധിച്ച് നടത്തിയ പ്രസ് മീറ്റിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത്. ബ്ലാക്ക് പാന്റും വൈറ്റ് ഓവർ സൈസ്ഡ് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ബ്ലാക്ക് മെറ്റൽ ഹാൻഡ് കടയും ധരിച്ചായിരുന്നു മമ്മൂട്ടി എത്തിയത്. ഭ്രമയുഗം അണിയറ പ്രവർത്തകരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പ്രസ് മീറ്റിനെത്തിയത്. ഭ്രമയുഗത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോട്ടയം കുഞ്ചമൻ ഇല്ലക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതിനെ തുടർന്ന് കുഞ്ചമൻ പോറ്റി എന്ന പേര് മാറ്റി കൊടുമോൻ പോറ്റി എന്നാക്കിയിരുന്നു. ഭ്രമയുഗം താൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും മമ്മൂട്ടി സംസാരിച്ചിരുന്നു. തന്നെ ഭ്രമയുഗത്തിലേക്ക് ആദ്യം ആകർഷിച്ച ആ കഥാപാത്രമാണെന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത്. സിനിമയിൽ നിന്നും എന്താണ് അനുഭവേദ്യമാകുക എന്ന് നേരത്തെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം മാത്രം തന്നെയാണ്. പിന്നെ കാലഘട്ടം, കഥ, പിന്നെ നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിക്കോളണമെന്നില്ല. പക്ഷേ ഞാൻ തീരുമാനിച്ചു. പിന്നെ കഥയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. എല്ലാവരും കണ്ട് ശീലിച്ചു പഴകിയ കഥ പറയുന്നതും ഒരു പരീക്ഷണമാണ്. സിനിമ തന്നെ പരീക്ഷണമാകുമ്പോൾ പരീക്ഷണ ചിത്രം എന്ന് പറയുന്നതിൽ കാര്യമില്ല. വ്യത്യസ്തത അന്വേഷിക്കാറുണ്ട്. പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ സമ്മതം മൂളുന്നു. പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു.